ഗായ്സ്, ഇന്നത് നമ്മളൊരു ഭയങ്കര സഡൻലി പ്ലാൻ ചെയ്തിട്ട് മറ്റേ ഹറിബർ റഷ് എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. ട്രിപ്പല്ല, ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത്, അതായത് 2 മിനിറ്റ് കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് പോയതാണ് ഗൈസ്. എന്ത് ചെയ്യാനാ? അപ്പോൾ കുറേ ബസ്സിലൊക്കെ കയറി, അല്ലല്ല നമ്മൾ ഓട്ടോ തന്നെ ഫുള്ള് പിടിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേന് ആ വണ്ടീൻ്റെ എന്തോ പഞ്ചർ പൊട്ടിയെന്നോ എന്തോ പൊട്ടി വന്ന് പിന്നെ ഓട്ടോ അവിടെ ഇട്ടേക്കുമായിരുന്നു ഗൈസ്. പിന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ വേറൊരു ഓട്ടോയിൽ കയറി അവിടെ വന്നപ്പോൾ പളാപ്പളം 60, പളാപ്പളം 30 എന്നൊക്കെ പറഞ്ഞു. പളാപ്പളം എന്താണെന്ന് മനസ്സിലായോ? ചക്ക, നമ്മുടെ ജാക്ക് ഫ്രൂട്ടാണ്. അത് ഭയങ്കര വില കേട്ടോ, 1/4 കിലോ 30 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മളെ പുതിയ ബസ് ഓട്ടോയിൽ വന്നു. അതിനുശേഷം താണ്ട ഇതാണ് മറ്റേ പിങ്ക് ഡ്രസ്സല്ല, പിങ്ക് ബസ് എന്ന് പറയും. അപ്പോൾ ഇത് നമ്മുടെ തമിഴ്നാട്ടിൽ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ആ ബസ്സിൽ കയറി. എന്നിട്ട് നമുക്ക് ലൊക്കേഷനൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ പുള്ളിക്കാരോട് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇറക്കി വിട്ടു. അതിനുശേഷം നമ്മൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് ഒരു വിധത്തിൽ ആ ഓട്ടോക്കാർ നമ്മൾ വേറൊരു സ്ഥലത്ത് ഇറക്കി വിട്ടു. എന്നിട്ട് അവിടെ നിന്ന് നടന്ന് താണ്ടി നമ്മൾ ഫൈനലി അവരുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം ചെന്ന് കയറിയപ്പോഴേ നല്ല കോലമൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെ അവിടെ ചെന്നപ്പോഴേ നമ്മൾ ലാപ്ടോപ്പൊക്കെ എടുത്തിട്ട് നമ്മൾ കുറച്ച് വർക്കൊക്കെ തുടങ്ങി. ഞാൻ കുറച്ച് മടിച്ചായതുകൊണ്ട് ഞാൻ തുടങ്ങിയില്ല, ശിവ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം നമുക്ക് താണ്ട നമ്മുടെ നേന്ത്രപ്പഴം ഉപ്പേരി വന്നിട്ട് ഗൈസ്. അങ്ങനെ അത് വന്നു, അതൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ആക്ച്വലി ആ വീട്ടിലുള്ളവരെല്ലാവരും എന്നെ ട്രോളിക്കൊണ്ടിരിക്കുമായിരുന്നു ഗൈസ്. എൻ്റെ എന്താണ് പറയുക, അവിടെ ചെന്നപ്പോഴേ ശിവ പറഞ്ഞ് നമ്മുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ശിവ പറഞ്ഞ് മറ്റേ പ്രഗ്നൻറ്റ് ലേഡീസ് ഒന്നും ഇത് യൂട്യൂബ് ചാനൽ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം എൻ്റെ ഹലോ ഗായ്സ് അത്, പക്ഷേ ഞാൻ തളരില്ല മക്കളെ, ഞാൻ തളരില്ല. ഇനി ഞാൻ മുന്നേറിക്കൊണ്ടിരിക്കും ഗായ്സ്. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നു. പക്ഷേ അവിടെ ഈ 2 മക്കൾ മാത്രം എൻ്റെ ചാനൽ അവളോ ശ്രദ്ധിച്ചിരുന്ന് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. എനിക്കത് മതി, 2 പേരെങ്കിൽ 2 പേര്. ഐ എം സോ ഹാപ്പി ഗൈസ്. അതിന് ശേഷം താണ്ടെ നമ്മൾ ഇതാണ് ബാൽക്കണിയാണ്. അവിടെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ എന്താണ്, ശിവേൻ്റെ ഈ ചെടിയുണ്ട്, ആ ചെടിയുണ്ട്, അങ്ങനത്തെ ചെടിയുണ്ട്. അപ്പോൾ എനിക്ക് പറിച്ചുകൊണ്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. വീട്ടിലേക്ക് ഞാനിപ്പോൾ ഉടനെ പോവാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഭാഗത്തേക്ക് ഒത്തിരി പോയില്ല. പിന്നെ ദാണ്ടടാ മോനെ, നമുക്ക് കുറച്ച് ദോശ കഴിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ദോശയും ചട്നിയും. പിന്നെ ശിവ എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രിപ്പയർ ചെയ്തിട്ടുള്ള ബിരിയാണിയാണ് ഇത്. അപ്പോൾ ഇത് ബിരിയാണി മുട്ട ദോശയാണ്, അത് നമ്മൾ സാപ്പിട്ടു. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ തമിഴിലാണ് പറയുന്നതെന്നാണ് വിചാരിച്ചത്. ഇപ്പം ഞാൻ വീഡിയോ കണ്ടപ്പോഴാണ് ദൈവമേ ഇതൊന്ന് തമിഴോ മലയാളമോ ഒന്നൊന്നും മനസ്സിലാവാത്തൊരവസ്ഥയായി മാറി ഗൈസ്. ഇവിടെ വന്ന് എൻ്റെ എല്ലാ ലാംഗ്വേജും കുഴഞ്ഞു പോയി ഗൈസ്. അതിന് ശേഷം തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോയിൽ വന്നു.